ഇന്ത്യക്കാരെ കൂട്ടത്തോടെ നാടുകടത്തണമെന്ന് ആഹ്വാനം ചെയ്ത അമേരിക്കയിലെ ഫ്ലോറിഡ സംസ്ഥാനത്തെ കൗൺസിലർമാരിൽ ഒരാളായ ചാൻഡലർ ലാംഗ്വിൻ സോഷ്യൽ മീഡിയയിൽ ചെയ്ത പോസ്റ്റിലൂടെയാണ് ഇദ്ദേഹം വിവാദ പരാമർശം നടത്തിയത്. പോസ്റ്റ് വിവാദമായതിനു പിന്നാലെ വിവാദങ്ങളടങ്ങിയ പോസ്റ്റുകളിൽ ഒരെണ്ണം അദ്ദേഹം ഡിലീറ്റ് ചെയ്തെങ്കിലും വിവാദ പരാമർശങ്ങളിൽ അദ്ദേഹം ഇതുവരെ ഖേദപ്രകടനം നടത്താൻ തയ്യാറായിട്ടില്ല. അമേരിക്കയുടെ കാര്യത്തിൽ ഒരൊറ്റ ഇന്ത്യക്കാരനും കരുതലില്ല എന്നാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. സാമ്പത്തികമായി ചൂഷണം ചെയ്യാനും ഇന്ത്യയെ സമ്പന്നമാക്കാനും വേണ്ടിയാണ് ഇന്ത്യക്കാർ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം കുറിപ്പിൽ പറഞ്ഞു. എന്നാൽ പോസ്റ്റ് വിവാദമായതോടെ താൽക്കാലിക വിസക്കാരെ കുറിച്ചാണ് താൻ പറഞ്ഞതെന്നും അമേരിക്കയിലുള്ള ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ചല്ലെന്നും അദ്ദേഹം തിരുത്തി. ഇന്ന് തന്റെ പിറന്നാളാണെന്നും US-ലെ എല്ലാ ഇന്ത്യക്കാരുടെയും വിസ പിൻവലിച്ച് ട്രംപ് ഉടനടി ഇന്ത്യക്കാരെ നാടുകടത്തണമെന്നും അമേരിക്ക അമേരിക്കക്കാർക്കുള്ളതാണെന്നും അറിയിച്ചുകൊണ്ട് മറ്റൊരു പോസ്റ്റും ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. കൂടാതെ ഇന്ത്യക്കാർ അമേരിക്കക്കാരുടെ പോക്കറ്റ് ഊറ്റിയെടുക്കാൻ മാത്രമാണ് അമേരിക്കയിലുള്ളതെന്നും മറ്റൊരവസരത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. ഇത്തരത്തിലുള്ള തുടർച്ചയായ വിവാദ പരാമർശങ്ങൾക്ക് പിന്നാലെ അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹം അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടുകയും അപലപിക്കുകയും ചെയ്തു. കൗൺസിലിലെ അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവായ ലാംഗ്വിനെ വിലക്കുകയും കമ്മിറ്റികളിൽ നിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്യുകയും ചെയ്തു.